അറിയാമെന്ന് വിചാരിക്കുന്നു. വയനാട് ഇപ്പോൾ ഭയങ്കര കഷ്ടത്തിലാണ്. സോ ഞാനും ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ന്യൂസിൽ ഓരോ വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര സങ്കടം വരുന്നുണ്ട് ഗൈസ്. ഈ വയനാട്ടിൽ കുറേ പേരിങ്ങനെ ഒലിച്ച് വന്നു എന്ന് പറയുന്നു. അതേപോലെ കുറേ പേരിങ്ങനെ കയ്യും കാലും ഒക്കെ ഇല്ലാതെ അങ്ങനെയൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കുറേ ന്യൂസ് ഞാൻ കേട്ടു. ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ എനിക്ക് വന്നിട്ടിപ്പോൾ ഫണ്ട് അയക്കാനുള്ള കാശില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഫണ്ട് അയച്ചിട്ടില്ല. എന്നാലും എന്നാൽ പറ്റുന്നത് ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സാധനങ്ങൾ എന്നെക്കൊണ്ട് പറ്റുന്ന കുറച്ച് സാധനങ്ങൾ അയക്കാൻ വേണ്ടിയിട്ട്, വയനാടിന് വേണ്ടി അയക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ അയക്കും. അതിൻ്റെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. അയക്കുന്നതും കൊടുക്കുന്നതും വീഡിയോ അയക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്ക് ഭയങ്കര അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ നമ്മുടെ നാട്ടിലും ഇങ്ങനൊരു അവസ്ഥ വരുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. സോ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യും. അതിന് പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ചെയ്യും. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. എന്തായാലും അവർക്ക് പോയത് ഇനി തിരിച്ച് കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്നാലും നമ്മളാൽ കഴിയുന്ന കുറച്ച് സഹായങ്ങൾ നമ്മളെല്ലാവരും ചെയ്യുക. അത്രേ എന്നെക്കൊണ്ട് കഴിയുള്ളൂ. വയനാട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പാലക്കാട്ടിലുള്ളവരാണെങ്കിൽ മാക്സിമം വയനാട്ടിലുള്ളവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം അവിടെ ഉണ്ടെങ്കിൽ അത്രയ്ക്കും സേഫ് അല്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. സോ സ്റ്റേ സേഫ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഞാൻ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ വയനാട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, ബൈ.